ഹായ് ഹലോ വെൽക്കം ടു അവർ സ്പെഷ്യൽ. അപ്പോൾ നമ്മുടെ തക്കാളി മുരിങ്ങയ്ക്ക കറിയുടെ ഹോളിഡേ സ്പെഷ്യലിൻ്റെ കൂടെ തന്നെ നമ്മൾ വേറെ രണ്ട് കറി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ലഞ്ച് സ്പെഷ്യൽ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ചെറുപയർ തോരനാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറുപയർ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം കുക്കറിൽ വേവിച്ചു. ബാക്കി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് പാനിലിട്ട് വേവിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ചേർത്ത് ഒരു മിക്സിയിലും ചേർത്ത് ചതച്ചിട്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് അത് കുറച്ചുകൂടി ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് മൂടി വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പതിവ് പോലെ തന്നെ നമ്മുടെ മുളക് മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഞാൻ ഇന്ന് എടുത്തേക്കുന്നത് ചെമ്പല്ലിയാണ്. ചെമ്പല്ലി എന്നുള്ളൊരു റെഡ് കളറിലുള്ളൊരു ഫിഷാണ്. നാട്ടിലിത് ഉണ്ടോ എനിക്കറിയില്ല, ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴത്തെ പോലെ തന്നെ വെളിച്ചെണ്ണ, കടുക് വറുത്തിട്ട് അതിലേക്ക് വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില, പച്ചമുളക് എല്ലാം ചേർത്ത് വഴറ്റി. അപ്പോൾ അതിൻ്റെയൊക്കെ തന്നെ നമ്മുടെ പയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറുപയർ അത് ഞാനൊരു ബോളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി എല്ലാം ചേർത്തിട്ട് മൂപ്പിച്ചിട്ട് അതിലേക്ക് ചൂടുവെള്ളവും ചേർത്ത് നമ്മൾ കുടംപുളിയും ചേർത്തിട്ട് നമ്മുടെ കറി സെറ്റാക്കി എടുക്കണം. അതിലേക്ക് കറി ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ചെമ്പല്ലിനുള്ള ആ ഫിഷെല്ലാം എടുത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മൂടി വെച്ച് ഞാനൊന്ന് വേവിക്കാൻ വെക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് കറി ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പയ്യെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് ഓഫ് ചെയ്യാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇന്നത്തെ ലഞ്ച് ചോറ്, മുളകിട്ട മീൻകറി, അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിരുന്ന തക്കാളി മുരിങ്ങയ്ക്ക കറി, പിന്നെ നമ്മുടെ ചെറുപയർ തോരൻ. ഇത്രയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.